വായനശാല ഉന്നത നിലവാരം പുലർത്തുന്നതിനായി നിതാന്ത പരിശ്രമം നടത്തുന്ന നമ്മുടെ വായനശാല സെക്രട്ടറി ശ്രീ MJ ഷാജൻ അവരുകളെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഷാജൻ സാറിന് പൊന്നാടി അണിയിച്ച് ആദരവ് നൽകുന്നതിനായി രമാദേവി മാഡത്തെയും ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. ഗ്രാമീണ വായനശാലയുടെ മികച്ച വായനക്കാരൻ, ഇനിയുള്ള തലമുറയ്ക്ക് വായനയുടെ മാതൃകയായ ശ്രീ ഷാജൻ മണത്തിപ്പറമ്പിൽ, അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണറ്റിനെ ക്ഷണിക്കുന്നു. ഷാജൻ PP മാഷിനെ അദ്ദേഹത്തിനെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഷാജൻ അവരുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you. Thank you all. നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സെന്റ് ആൽബർട്ട്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മേരി ജെയിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഈ വായനശാലയിൽ വായിച്ച് തുടങ്ങിയതാണ് ഞാനും. അന്ന് പഴയ കെട്ടിടമായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളിലൂടെ ആ കാലഘട്ടത്തിൽ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആദരവ് സ്വന്തം നാട്ടിൽ നിന്ന് ലഭിക്കുക എന്നതും സ്നേഹം. എൻ്റെ കെമിസ്ട്രി ടീച്ചർ ഇവിടെ ഉണ്ട്, അത് വലിയ സന്തോഷം. എൻ്റെ തീസിസിൻ്റെ വിഷയം ജോസഫ് സാർ പറഞ്ഞതുപോലെ രോഗാവസ്ഥ പ്രിയ AS കഥകളിൽ നിന്നായിരുന്നു. പ്രിയ AS എന്ന എഴുത്തുകാരി അവരുടെ 4ാമത്തെ വയസ്സ് മുതൽ പലതരം രോഗങ്ങളാൽ പീഡിതരായ ഒരു വ്യക്തിയായിരുന്നു. പല എഴുത്തുകാരികളും അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പ്രിയ ASനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞ വർഷമായിരുന്നു അവർ റിട്ടയർഡ് ചെയ്തത്. ഈ കാലം അത്തരം അവസ്ഥകൾ അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ മാനസികമായി തളർത്തിക്കളയാറുണ്ട്. പക്ഷേ ഇവര് ആ രോഗത്തെ ഒരു പോസിറ്റീവ് എനർജിയായി സ്വീകരിച്ചുകൊണ്ട് എഴുത്തിൽ കൂടുതൽ ശക്തിയാവുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് എന്നുള്ള അന്വേഷണമാണ് എൻ്റെ തീസിസിൻ്റെ സബ്ജക്റ്റ്, രോഗാവസ്ഥയും സാഹിത്യ ഭാവനയും. ഏതായാലും ഇത് ഇവിടെ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. എനിക്കൊരു കുഞ്ഞുവാവയുണ്ട്, അതുകൊണ്ട് അധിക സമയം ദീർഘിപ്പിക്കുന്നില്ല. നന്ദി. താങ്ക് യു മാഡം. ആശംസകൾ നേരിട്ട് സംസാരിക്കുന്നതിനായി അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് RGM ഗവൺമെന്റ് കോളേജ് അട്ടപ്പാടി കുമാരി അഞ്ജു ഉണ്ണിയെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ ഇഷ്ടവ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ വായനശാലയും തൊട്ട് മുൻപിലായി കാണുന്ന ഈ കലാലയം ഒരുപാട് എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ വളർച്ചയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച 2 സ്ഥാപനങ്ങളാണ്.
ഇത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങളന്ന് പ്രസംഗത്തിനായിട്ട് പ്രസംഗ മത്സരങ്ങൾക്കെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന 2 വ്യക്തികളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പപ്പ എപ്പോഴും പറയുമായിരുന്നു, നന്നായിട്ട് നല്ലൊരു പ്രാസംഗികന് നല്ലൊരു പരന്ന വായന ആവശ്യമാണ് എന്ന് പറയുമായിരുന്നു. വന്ന് ഗോകുലത്ത് സ്കൂളിൽ നല്ലൊരു വായന മുറി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ മാഗി ടീച്ചറായിരുന്നു അവിടുത്തെ LP സ്കൂളിലെ HM. ഞാൻ ടീച്ചറിനോടായിട്ട് പറഞ്ഞു, ടീച്ചറെ വായിക്കാനായിട്ട് ഇവിടെ പുസ്തകങ്ങളൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കണമെങ്കിൽ നല്ല വായന ആവശ്യമാണ്. ടീച്ചർ പറഞ്ഞു, നമ്മുടെ ഗോകുലത്ത് നമ്മുടെ ലൈബ്രറി ഉണ്ടല്ലോ, നമ്മുടെ വായനശാല ഉണ്ടല്ലോ, അവിടെ ചെന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഈ വായനശാല വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അതിനൊരു ചെറിയൊരു കെട്ടിടമാണ്, ഓടുമേഞ്ഞ ചെറിയൊരു കെട്ടിടം. അതിൻ്റെ വരാന്തയിൽ കുറച്ച് പ്രായമായ വ്യക്തികൾ പത്രം വായിക്കുന്നതാണ് കണ്ടത്. വെറുതെയുള്ളൊരു വായനയല്ല, മറിച്ച് ഉറക്കെയാണ് വായിക്കുന്നത്.